ഈഡൻ ടിവിയുടെ മറ്റൊരു പാഠപഠനത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ 10ാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത്. കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്നുള്ള ഭാഗത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പാഠം നമ്മൾ പഠിച്ചു നിർത്തിയത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവനെ ഞങ്ങൾ അറിയുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അപ്പം ക്രിസ്തുവിൽ തികയുന്നതിനെ കുറിച്ച് ആണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ കൊണ്ട് നിർത്തുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന ഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ക്രിസ്തുവിൽ തികവുള്ളവനായിരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിൽ ഏകീഭവിക്കുക. 2-ാമത്തെ കാര്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരിക്കുക. 3-ാമത്തെ കാര്യം, ക്രിസ്തുവിൽ വിശ്വാസം ഉള്ളവരായിരിക്കുക. അപ്പം ഈ 3 കാര്യങ്ങളിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരാകുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ക്രിസ്തുവിൽ ഏകീഭവിക്കുക. 2, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പൂർണ്ണ ജ്ഞാനവും വിവേകവും നമുക്ക് ഉണ്ടായിരിക്കണം. 3, ക്രിസ്തുവിന്റെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള സ്ഥിരത നമുക്ക് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ കുറിച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പം ഈ ആഴ്ചത്തെ പാഠത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വളരുക, അതുപോലെ തന്നെ ക്രിസ്തുവിനെ അറിയുക. ഇത് രണ്ടിനെയും കുറിച്ചിട്ട് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിനകത്ത് പഠിക്കും. ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൽ വളരുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. 2-ാമത്തെ കാര്യം, ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് പൂർണ്ണമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള കൽപ്പനകളോ മാനുഷികമായിട്ടുള്ള ഏതെങ്കിലും ട്രഡീഷൻസ്, പാരമ്പര്യങ്ങളെയോ ഒന്നും അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. കാരണം ഇതൊക്കെയും ക്രൂശില് നീങ്ങിപ്പോയി എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ മനപ്പാഠവാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ മനപ്പാഠവാക്യം കാണുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ളവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിലാണ് ഈ മനപ്പാഠവാക്യം നമ്മൾ കാണുന്നത്. ഇത് സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റുകാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റ് സഭയിലുള്ള ആൾക്കാർ ശബത് മാറിപ്പോയി, ശബത് നീങ്ങിപ്പോയി എന്ന് കാണിക്കുവാനായിട്ട് എടുക്കുന്ന ഒരു വേദഭാഗമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചോ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പം മറ്റുള്ളവർ പറയുന്നത് ഇത് കാരണം നമുക്ക് ശബത് ആചരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, വേദപുസ്തകത്തിനകത്ത് 2 തരം ശബതുകളെ കുറിച്ച് കാണുന്നുണ്ട്. വേദപുസ്തകത്തിനകത്ത് പ്രധാനമായിട്ടും 2 തരം കൽപ്പനകളെ കുറിച്ച് കാണുന്നുണ്ട്. കൽപ്പനകൾ പലതരത്തിലുണ്ടെങ്കിലും പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കൽപ്പനകളെ കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 തരം ശബദിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ശബദാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത്? കാരണം ഏത് ശബദിലാണ് നിങ്ങൾ ആരും വിധിക്കരുത് എന്ന് പറയുന്നത്? ഇതിന്റെ അർത്ഥം നമ്മൾ ഈ പാഠത്തിനകത്ത് ശരിക്കും നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ലേവ്യരുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിനകത്ത് ഈ 2 തരം ശബദുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ 2 തരം ശബദുകളുണ്ട്. ഒന്ന് വീക്ക്ലി സാബത്ത് അല്ലെങ്കിൽ ആഴ്ച ശബദ്, അതാണ് നമ്മൾ 7-ാം ദിന ശബദ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ശബദുകളുണ്ട്. അതിന് നമ്മൾ വാർഷിക ശബദുകൾ എന്നാണ് പറയുന്നത്. ഏകദേശം 7 പെരുന്നാൾ ശബദുകളുണ്ട്. അപ്പം അത് പുളിപ്പില്ലാത്ത അപ്പത്തോടനുബന്ധിച്ചിട്ടുള്ള 2 വാർഷിക ശബദുകളുണ്ട്. അതുപോലെ തന്നെ ആദ്യ ഫല പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടുള്ള ശബദമുണ്ട്. പിന്നെ കാഹളനാദ ദിനത്തിന്റെ പെരുന്നാളിന്റെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ശബദമുണ്ട്. പാപപരിഹാര ദിവസം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ശബദ ദിവസമുണ്ട്. പിന്നെ കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് 2
ശബദുകളുണ്ട്. ഇത് നമ്മൾ ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 7 മുതൽ 36 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഏത് ശബദിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ പെരുന്നാൾ ശബദ് എന്ന് പറയുന്നത് അത് ഇസ്രായേൽ ജനതയുടെ വിമോചനത്തെക്കുറിച്ചും അതുപോലെ തന്നെ വരുവാനിരിക്കുന്നതായിട്ടുള്ള മശിഹയെ കുറിച്ചുമുള്ള ശബദമായിരുന്നു. ദേ ആർ ദ ഷാഡോ ഓഫ് ദ തിങ്സ് ടു കം. അപ്പൊ ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള വ്യത്യാസം ലേവ്യ പുസ്തകം 23-38 പറയുന്നുണ്ട്. കാരണം അതിന് ആഴ്ച ശബദ് അല്ലെങ്കിൽ വീക്ക്ലി സാബദിനെ യഹോവയുടെ ശബദുകൾ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 2 തരം ശബദുകൾ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത് വ്യക്തമായിട്ട് അറിയാത്ത ആളുകളാണ് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എടുത്തിട്ട് ഇത് നമ്മുടെ ശബദ് അതല്ലെങ്കിൽ ആഴ്ച ശബദ് മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വാർഷിക ശബദിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്തിനകത്ത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അല്ലെങ്കിൽ കൊലോസിയിലുള്ള സഭയിൽ യഹൂദന്മാര് അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ, പ്രത്യേകിച്ച് പലതരത്തിലുള്ള വ്യാജമായിട്ടുള്ള പഠിപ്പിക്കലുകൾ അവര് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിനകത്ത് അവിടെ പറയുന്നത് തത്വചിന്തകൾ, മനുഷ്യരുടെ പാരമ്പര്യം, ലോകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ക്രിസ്തുവിന് അനുസൃതമല്ലാത്തത് എന്ന് പറയുന്നതായിട്ടുള്ള പലതരത്തിലുള്ള വ്യാജ പഠിപ്പീരുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു പഠിപ്പീരിലായിരുന്നു ഇപ്രകാരം നമ്മൾ പരിച്ഛേദന ഏൽക്കണം, യഹൂദന്മാരുടെ ഉത്സവങ്ങൾ ആചരിക്കണം, അവരുടെ ഭക്ഷണങ്ങളും പാനീയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചട്ടങ്ങളും ആചാരങ്ങളും നമ്മളിപ്പോഴും അത് പ്രമാണിക്കണം, മാലാഖമാരെ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെയും അന്നത്തെ കാലത്ത് കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ചിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇത് പ്രമാണിച്ച് നിങ്ങളെ ആരും വിധിക്കരുത്. പെരുന്നാള്, വാവ്, ശബദ്. അപ്പൊ ഈ ശബദ് എന്ന് പറയുന്നത് വാർഷിക ശബദിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ആഴ്ചയിലെ ശബദിനെ കുറിച്ചിട്ടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കാം, ഈ വ്യാജ ഉപദേഷ്ടകർ വ്യക്തമായിട്ട് അവർ യഥാർത്ഥത്തിൽ ഭയങ്കര മതഭക്തരായിരുന്നു. പക്ഷേ യഥാർത്ഥ സുവിശേഷം അവർ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ സുവിശേഷം തെറ്റായിട്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നതായിട്ടുള്ള കാര്യം, 7 ദിവസത്തെ ശബദ് ആചരിക്കുന്നതുമായിട്ട് എന്താണ് ഈ വാക്യത്തിനുള്ള ബന്ധം, അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഏത് ശബദിനെ കുറിച്ചിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും ഈ വരുന്ന ആഴ്ചത്തെ പാഠത്തിനകത്ത് നമ്മൾ പഠിക്കും. ചുരുക്കി പറഞ്ഞു പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പാഠമാണ്. മിക്കവാറും ബാക്കി സഭയിലെ ആളുകൾ, ബാക്കി ഡിനോമിനേഷനിലെ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, അതിനുള്ള മറുപടിയും കൂടെയാണ് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിനകത്ത് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഞായറാഴ്ചത്തെ പാഠം ദൈവത്തിന്റെ ജ്ഞാനവും അറിവും എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ജ്ഞാനവും അറിവും? നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ ജ്ഞാനവും അറിവും ക്രിസ്തുവാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. നമുക്കത് പ്രത്യേകിച്ച് 2-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെയും സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. 5-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. നോക്കുക, അപ്പം ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്, എവിടെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്? ഞാൻ ഒറ്റ വാക്കിൽ നേരത്തെ ഉത്തരം പറഞ്ഞു, ദൈവത്തിന്റെ ജ്ഞാനവും അറിവും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. യോബിന്റെ പുസ്തകത്തിൽ യോബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ജ്ഞാനം എവിടെ കണ്ടെത്താം, വിവേകത്തിന്റെ സ്ഥാനം എവിടെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു മറുപടിയാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സകല നിക്ഷേപങ്ങളും അവനിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക്
കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ക്രിസ്തുവിലാണ് നമുക്ക് സകലത്തിൻ്റെയും ജ്ഞാനമുള്ളത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പാഠം പഠിപ്പിക്കുന്ന ആള് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗ്രഹിക്കുന്നതിന് ക്രിസ്തുവിന്റെ അറിവ് നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം, രക്ഷയുടെ മുഴുവൻ പദ്ധതിയും ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ രഹസ്യം, ഇതും ക്രിസ്തുവിലാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ സകല ജ്ഞാനവും വെളിപ്പെട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ രക്ഷാപദ്ധതിയുടെ മുഴുവൻ മർമ്മവും ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ട് വരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: എല്ലാവർക്കും ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം അതൊരു വലിയ പോരാട്ടമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പോരാട്ടം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള മാനുഷികമായിട്ടുള്ള പഠിപ്പീരുകൾക്കെതിരെ എത്രമാത്രം അപ്പോസ്തലനായ പൗലോസ് വലിയൊരു പോരാട്ടം കാഴ്ചവെക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ മനസ്സിന് അല്ലെങ്കിൽ ഹൃദയത്തിന് ആശ്വാസം നൽകുവാനാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അവിടുത്തെ സഭാവിശ്വാസികളിൽ ഹൃദയത്തിനൊരു ആശ്വാസം. ഇത് ഗ്രീക്ക് പദത്തില് പാരാക്ലോത്തോസിൻ എന്നുള്ള വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പാരാക്ലോത്തോസിൻ എന്ന് പറയുന്ന വാക്ക്, ഇതിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ കൊലോസിയിലെ വിശ്വാസികളെ ഇപ്രകാരം വ്യാജ പഠിപ്പീരിൽ നിന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നിക്കുവാൻ കൂടെയാണ് അദ്ദേഹം ഈ ലേഖനങ്ങളിൽ കൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ സഭയിലുണ്ടായിരുന്ന വലിയൊരു വ്യാജ പഠിപ്പിക്കലുകൾ, അതായത് നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളൂ, അതുപോലെ തന്നെ നിങ്ങൾ പെരുന്നാളും വാവുകളും ഒക്കെയും അനുസരിക്കണം. ഇതിനെതിരെയുള്ള ഇങ്ങനെയുള്ള വ്യാജ പഠിപ്പീരുകൾക്കെതിരെയുള്ള ഒരു ശക്തമായ ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. ഈ പശ്ചാത്തലം മനസ്സിലാക്കാതെയാണ് ഇത് ശബദിനെതിരെയാണ് എന്ന് പലരും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അപ്പം ആ സഭയിൽ ഒരു ക്രമം ഉണ്ടായിരുന്നു എന്ന് അവിടെ എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു സഭ എപ്രകാരം ഒരു ക്രമപ്രകാരം പോകണം എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ആ സഭയിൽ ഒരു ക്രമം ഉണ്ടായിരിക്കണം. ഇപ്പം പാട്ട് പാടുന്നതിനൊരു ക്രമം ഉണ്ടായിരിക്കണം, കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ക്രമം ഉണ്ടായിരിക്കണം, അതൊരു പ്രത്യേക ഓർഡറിലായിരിക്കണം നടക്കുന്നത്. അപ്പം ഇപ്രകാരം ക്രമത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പദം, ക്രമം എന്ന് പറയുന്ന പദം, വേദപുസ്തകത്തിനകത്ത് മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അല്ലെങ്കിൽ അഹരോന്റെ ക്രമത്തിൽ എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ് അദ്ദേഹം ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം സഭയിലെ ക്രമം എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയുന്നു. അത് മാത്രമല്ല, മറ്റു പല സുവിശേഷങ്ങളിലും അദ്ദേഹം സഭയിലെ ക്രമത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് അധ്യക്ഷന്മാര്, പ്രസിഡന്റുമാര് അല്ലെങ്കിൽ പാസ്റ്റർമാര്, സഭാ ശുശ്രൂഷകന്മാര്, മൂപ്പന്മാര്, ഡീക്കന്മാര് അവരെങ്ങനെയുള്ളവരായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പല ലേഖനങ്ങളിലൂടെയും കാണിച്ചു തരുന്നു. ഒരു ഉദാഹരണത്തിന് തീമോത്തിയുടെ പുസ്തകം 1 തീമോത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം പറയുന്നത്, ഒരു പള്ളിയിലെ പ്രസിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സഭയുടെ ആഗോളതലത്തിലുള്ള പ്രസിഡന്റ് ആയിക്കോട്ടെ, സെക്ഷൻ തലത്തിലുള്ള പ്രസിഡന്റ് ആയിക്കോട്ടെ, അവരെ കുറിച്ചിട്ടുള്ള വിശദീകരണം 1 തീമോത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം പറയുന്നത് ഇപ്രകാരമായിരിക്കണം: ഒരു അധ്യക്ഷൻ നിരപവാദ്യനായിരിക്കണം, അതായത് യാതൊരു അപവാദ്യവും ഇല്ലാത്ത ആളായിരിക്കണം. അതുപോലെ ഏകഭാര്യ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനാവാൻ പാടില്ല, തല്ലുകാരനാവാൻ പാടില്ല, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. ഓക്കെ, ഇത് ഒരു സഭയിൽ ഉണ്ടാവേണ്ട ക്രമത്തെ കുറിച്ചിട്ടാണ്. അധ്യക്ഷന്റെ കാര്യമാണ് പറയുന്നത്. അധ്യക്ഷൻ മാത്രമല്ല,
ആരെങ്കിലും സഭയിൽ ഒരാളെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അയാളെ പിടിച്ച ഒരു സഭയിൽ ഒരു സ്ഥാനവും കൊടുക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയും അവർ ആ സ്ഥാനം കൊണ്ട് നിഗളിച്ചു പോകും. ഇത് 1 തിമോത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ശുശ്രൂഷകരെ കുറിച്ചും പറയുന്നുണ്ട്. ശുശ്രൂഷകർ ഘനശാലികളായിരിക്കണം, മദ്യപാന്മാരും ദുർലോഭമോഹികളും ആകരുത്. മാത്രമല്ല, സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഏഷ്ണി പറയാതെയും നിർബന്ധന്മാരെ എല്ലാത്തിലും വിശ്വസ്തരായിരിക്കണം. പാസ്റ്റർമാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളും സ്വന്തം കുടുംബങ്ങളെ നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു എന്ന് കാണും. നോക്ക്, ഒരു സഭ എത്രമാത്രം ക്രമത്തോടുകൂടെ പോകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുകയും കൊലോസിയിലുള്ള സഭ അപ്രകാരം ക്രമത്തിൽ പോകുന്ന ഒരു സഭയാണ്, അതിൽ അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില വ്യാജ പഠിപ്പീരുകൾ ആ സഭയിലേക്ക് വേരൂന്നി വരുന്നതായിട്ട് അദ്ദേഹം അവിടെ കാണുന്നുണ്ട്. അപ്പം ഇതിനെതിരെ കൂടെയാണ് അദ്ദേഹം ഈ ലേഖനം, പ്രത്യേകിച്ച് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ അവസാനത്തിൽ അവിടെ പറയുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലിടുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ക്രമം ആവശ്യമുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരു ഓർഡർ, പ്രാർത്ഥനയ്ക്കായിരുന്നാലും പഠിക്കാനായിരുന്നാലും ഒക്കെയും ഒരു ക്രമം ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗം ക്രിസ്തുവിൽ വേരൂന്നിയതും വളർന്നതും എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 6, 7, 8 ഭാഗങ്ങളാണ് തിങ്കളാഴ്ചത്തെ ഭാഗത്തിനകത്ത് പഠിക്കുന്നത്. ക്രിസ്തുവിൽ വേരൂന്നിയതും വളർന്നതും നമ്മളെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന തത്വങ്ങളിൽ സെവന്ത് അഡ്വന്റിസ്റ്റിന് 28 അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതിനകത്ത് 11-ാമത്തെ പ്രമാണമാണ് ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്നത്. ചില സഭകൾ ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴത്തേക്കും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറയുന്ന ഒരു പഠിപ്പീര് പൊതുവെ നമ്മൾ കാണുന്ന ബ്രദറൻ സഭകളിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ മറ്റുള്ള ചില സഭകളിലൊക്കെയും നമ്മൾ പൊതുവായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്രകാരമാണ്. 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്: ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവനെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഓക്കെ, അപ്പം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൈക്കൊള്ളുമ്പോൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ എന്നാണ് പറഞ്ഞത്. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൽ വേരൂന്നുകയും ക്രിസ്തുവിൽ നടക്കുകയും ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വ പ്രമാണങ്ങളിൽ 11-ാമത്തെ പ്രമാണമാണ് ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇപ്രകാരമാണ്: ദൈനംദിനം നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരണം എന്നാണ് പറയുന്നത്. അത് എപ്രകാരം വളർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപഠനത്തിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ, അതുപോലെ തന്നെ സ്തുതികളിലൂടെ, ദൈവത്തിന്റെ സഭയുടെ മിഷനിൽ പങ്കാളികളാകുന്നതിൽ കൂടെ നമുക്ക് ക്രിസ്തുവിൽ ദൈനംദിനം വളരുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആത്മാവ് ദൈനംദിനം നമ്മളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുകയും നമ്മൾ ആത്മീകമായിട്ടുള്ള ഒരു വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള പ്രമാണമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നൽകിയിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് യാതൊരു തർക്കവും നമുക്കില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വേദപുസ്തകത്തിലെ വാക്യങ്ങളിലെ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പഠിപ്പീരുകളും നമ്മൾ സ്വീകരിക്കണം. അതാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നത്: ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തക ജ്ഞാനത്തിൽ വളരുക, അതായത് പ്രവാചകന്മാരിലും അപ്പോസ്തലന്മാരിലും അവരുടെ പഠിപ്പീരിലും ഒക്കെയും ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം ഇടേണ്ടതായിട്ട് കാണുന്നത്.
അപ്പം അത് ആലോചിച്ച് നോക്കുക. ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലും അതുപോലെ ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പഠിപ്പിക്കലിലും പ്രമാണിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാവുമ്പം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കുക എന്നുള്ളതാണ്. ജീവനുള്ള ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നാൽ സ്വയത്തിലേക്കുള്ള മരണം, ജീവനുള്ള ക്രിസ്തുവിനെ സ്വയം പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് എന്നാണ്, അല്ലെ? നമ്മൾ യോഹന്നാന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പം ജീവനുള്ള വചനത്തെയും എഴുതപ്പെട്ട വചനത്തെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആത്മാവും അവന്റെ വചനവും നമ്മെ നയിക്കുവാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വചനത്താൽ നയിക്കപ്പെടുക, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ് ക്രിസ്തുവിനോടൊപ്പം നടക്കുക എന്ന് പറയുന്നത്. രണ്ടാമതോട് വേറൊരു കാര്യം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വേരൂന്നുക എന്നുള്ള കാര്യം. നോക്കുക, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് അത് കാണുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്ത്യാനികളെ സസ്യങ്ങളോട് അല്ലെങ്കിൽ പ്ലാന്റ്സിനോട് ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതിലൂടെ നാം അവനിൽ വേരൂന്നിയരാകുന്നത് അങ്ങനെയാണ്. അപ്പം വേരൂന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വചനത്തിൽ ശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടായിരിക്കണം. പണ്ട് കാലത്ത് അഡ്വന്റിസ്റ്റുകാരെ കുറിച്ച് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ഉത്തരം പറയുവാനായിട്ട് സാധിക്കും. കാരണം അത്രമാത്രം എന്താ പറഞ്ഞ വേദപുസ്തകം അരച്ചു കലക്കി കുടിച്ചവരാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരെന്ന് പറയപ്പെടുന്നത്. നമ്മൾ അപ്രകാരമായിരിക്കണം, നമ്മൾ വേരൂന്നിയവരായിരിക്കണം. ഏതിൽ വേരൂന്നിയ? വചനത്തില് വേരൂന്നിയവരായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം ഇഷ്ടപ്രകാരം നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കാം, വേദപുസ്തകത്തിനകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ വിശ്വാസികളെ സസ്യങ്ങളോട് ഉപമിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം യെശയ്യാവിന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് ഇപ്രകാരമാണ് കാണുന്നത്: സിയോനിലെ ദുഃഖിതമാർക്കും വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയും എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും എന്നാണ് പറയുന്നത്. നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് യു ആർ എ ട്രീ പ്ലാന്റഡ് ബൈ ഗോഡ്. ദൈവം നട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വൃക്ഷമായിട്ടാണ്. അത് വെറും വൃക്ഷമല്ല, ഇംഗ്ലീഷിനകത്ത് അത് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: they will be called as oaks of righteousness. ഓക്ക് വൃക്ഷങ്ങൾ എന്നാണ് കാണുന്നത്. ഓക്ക് വൃക്ഷം എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ, വളരെ ശക്തമായി, വളരെ ഈടുറ്റ തടിയുള്ള ഒരു വൃക്ഷമാണ് ഓക്ക് വൃക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓക്ക് വൃക്ഷത്തെ പോലെയാണ്, ക്രിസ്തു നട്ടതായിട്ടുള്ള ഓക്ക് വൃക്ഷങ്ങളെ പോലെയാണ് നമ്മളെ കരുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വേറൊരിടത്ത് മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം പറയുന്ന സമയത്ത് അവിടെ നല്ല വൃക്ഷവുമുണ്ട്, ചീത്ത വൃക്ഷവുമുണ്ട്. നല്ല വൃക്ഷം പറയുന്നത് ഇപ്രകാരമാണ് പറയുന്നത്: ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിടും എന്ന് കളഞ്ഞിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ് നല്ല വൃക്ഷവുമുണ്ട്, അല്ലെങ്കിൽ നല്ല സസ്യവുമുണ്ട്, ചീത്ത സസ്യവുമുണ്ട്. നല്ല സസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു നട്ടതായിട്ടുള്ള സസ്യങ്ങളാണ്. അതായത് അവർ ഓക്ക് വൃക്ഷങ്ങളെ പോലെ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ പഠിപ്പീരുകളെയും വേദപുസ്തകത്തെയൊക്കെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നവരെയാണ് ഈ ഓക്ക് വൃക്ഷങ്ങളായിട്ട് ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അത് വ്യാജമായിട്ടുള്ള വൃക്ഷങ്ങളാണ്, ആർട്ടിഫിഷ്യൽ ട്രീസ്, അല്ലെ? അപ്പം അത് കാണാനൊക്കെ നല്ല അഴകുണ്ടെങ്കിലും ഇത് മണവുമില്ല, ഗുണവുമില്ലാത്തതായിട്ടുള്ള ഒരു കൂട്ടരാണ്. ഇതിനെയാണ് അപ്പോസ്തലനായ പൗലോസ് മാനുഷിക തത്വചിന്തകളും പാരമ്പര്യങ്ങളും സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ഇപ്രകാരം ഒരു സസ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:8 പറയുന്നത്. ആ വാക്യം നമുക്ക് വായിച്ചു നോക്കാം.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട്, കൊലോസ്യർ 2:8, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പിൻ സൂക്ഷിപ്പിൻ. നോക്കുക, അപ്പൊ അതായത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നേക്കും രക്ഷിക്കപ്പെട്ടു എന്നല്ല. കാരണം നമ്മൾ തെറ്റായിട്ടുള്ള മാനുഷിക പഠിപ്പീരുകൾ കാരണം നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മാനുഷിക സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല എന്ന് കാണും. അവിടെ മാനുഷിക സമ്പ്രദായങ്ങളായാണ് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പരിച്ഛേദന ഏൽക്കണം, അതുപോലെ തന്നെ പെരുന്നാൾ കൂടണം. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ടുള്ള ഇതൊക്കെയും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 30 വർഷങ്ങൾക്കിപ്പുറവും ഈ കൊലോസിയിലുള്ള സഭയിലുള്ള ആളുകൾ, അവിടെയുള്ള യഹൂദന്മാർ ഇപ്രകാരമുള്ള വലിയ കാര്യങ്ങൾ അവരിപ്പോഴും ചെയ്യണം. പരിച്ഛേദന ചെയ്യണം, അതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കണം. ഇങ്ങനെയുള്ള നുകങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനെതിരെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇതൊക്കെയും വെറും മാനുഷിക സമ്പ്രദായം മാത്രമാണ് എന്ന് പറയുന്നു. കാരണം ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിട്ടുണ്ടെങ്കിലും അടിമത്തത്തിന്റെ ഒരു നുകത്താൽ വീണ്ടും അടിമപ്പെടുവാൻ ഇപ്രകാരമുള്ള കള്ളപ്പടിപ്പീരുകൾ കൊണ്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചുരുക്കത്തിൽ ബൈബിള് വിശുദ്ധമായ പഠിപ്പീരുകൾ സ്വീകരിക്കുക എന്നാൽ വിശുദ്ധമായ പഠിപ്പീരുകൾ സ്വീകരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ മാനുഷികമായിട്ടുള്ള പഠിപ്പീരുകളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ നിരസിക്കുകയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം അത് മറ്റൊരു സുവിശേഷമാണ് എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള ഭാഗ്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു സുവിശേഷമാണത് എന്ന് കാണുക. ഇത് ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയിലും ഇങ്ങനെ തെറ്റായിട്ടുള്ള പഠിപ്പീരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കൂട്ടരുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത്. അപ്പം ഈ വാക്യങ്ങൾ നമ്മൾ പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തെറ്റായിട്ടുള്ള പഠിപ്പീരുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനായിട്ട് സാധിക്കൂ എന്ന് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അങ്ങനെ മാറി നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ വചനങ്ങൾക്കനുസരിച്ച് നമുക്ക് രൂപാന്തരപ്പെടുത്തി നമ്മൾക്ക് ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ സ്വയം മരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ക്രൂശിൽ തറച്ചു എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാർക്കെതിരെ പൊതുവെ പറയുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞുവെന്ന് കാണും. അപ്പം ഈ ഒരു വാക്യം എടുത്തിട്ട് നോക്കൂ, ദൈവം എഴുതിയതായിട്ടുള്ള കൽപ്പനകളൊക്കെയും കയ്യെഴുത്തൊക്കെയും മാറ്റിക്കളഞ്ഞു എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട്. അപ്പൊ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഭാഗത്തിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാരെന്ന രീതിയിൽ 2 മറുപടിയാണ്. എന്താണ് ക്രൂശിൽ തറച്ച കയ്യെഴുത്ത് എന്ന ചോദ്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു മറുപടി എന്ന് പറയുന്നത്, ഇത് കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് ക്രൂശിന്റെ പുറത്ത് മത്തായിയുടെ സുവിശേഷം 27:37 യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു എന്ന് കാണുന്നു. അപ്പം ഇതാണ് നീങ്ങിപ്പോയി എന്ന് ചിലരെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്യം നമ്മൾ ഒന്നും കൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത്, ഇത് നമുക്ക് എന്താണ് എന്ന് അറിയണം. കാരണം ഇത് ചിലർ പറയും 10 കൽപ്പനയാണെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബദ് 2 രീതിയിലുള്ള ശബദുകളുണ്ട് എന്നതുപോലെ തന്നെ കൽപ്പനകളും 2 രീതിയിലുള്ള കൽപ്പനകളുണ്ട്. ഒന്ന് സാൻമാർഗിക കൽപ്പന, അതായത് 10 കൽപ്പനകൾ എന്ന് പറയുന്ന സാൻമാർഗിക കൽപ്പനകളുണ്ട്. അതുപോലെ തന്നെ മോശയുടെ ന്യായപ്രമാണമുണ്ട്, അല്ലെങ്കിൽ ആചാര ന്യായപ്രമാണം എന്ന് പറയും. അപ്പം അതിനെ സെർമോണിയൽ ലോസ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന വാക്യം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിന് വ്യക്തമായിട്ടുള്ള
ഉത്തരം നമുക്ക് ലഭിക്കും. കാരണം എന്താണ് നമുക്ക് വിരോധമായിട്ടുള്ള കൈയെഴുത്ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഉത്തരം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ആവർത്തന പുസ്തകം 31:24 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കുന്ന സമയത്ത്, മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത്, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തിനരികെ വെപ്പിൻ, അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നോക്കുക, അപ്പം നമുക്ക് പ്രതികൂലമായിരിക്കുന്ന, നമുക്ക് വിരോധമായിരിക്കുന്ന ചട്ടം അല്ലെങ്കിൽ പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശയുടെ ന്യായപ്രമാണം. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് മോശ തന്റെ കയ്യാൽ എഴുതിയിട്ട് ഇത് ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് ദൈവത്തിന്റെ നിയമപെട്ടകത്തിന്റെ അരികെയാണ് വെക്കുന്നത്. അപ്പം രണ്ട് കൽപ്പനകളുണ്ട്. ഒരു കൽപ്പന, 10 കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമപെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന കൽപ്പനയുണ്ട്. നിയമപെട്ടകത്തിന് പുറത്ത് ഈ ആചാര ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ ആചാര നിയമങ്ങളും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആചാര നിയമങ്ങൾ മോശയുടെ കൈ കൊണ്ട് എഴുതിയതും 10 കൽപ്പനകൾ ദൈവത്തിന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ 10 കൽപ്പനകൾ കല്ലിന്റെ പുറത്ത് എഴുതിയതാണെങ്കിൽ മറ്റത് ഇങ്ക് കൊണ്ട് അല്ലെങ്കിൽ മഷി കൊണ്ട് എഴുതിയതാണ് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പൊ അത് വരുവാനുള്ളത് അല്ലെങ്കിൽ മഷിഹ വരുന്നത് വരെയാണ് അതിന്റെ പ്രാതിനിധ്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും എന്ന് പറയുന്നു. നോക്ക്, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇത് ആചാരപരമായിട്ടുള്ള നിയമത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11 മുതൽ വായിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് അതിനുള്ള ഉത്തരം കാണുവാനായിട്ട് സാധിക്കും. കാരണം ആചാര നിയമപ്രമാണത്തിനുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകമായിട്ട് അവിടെ സംസാരിക്കുന്നത്. അത് 11-ാമത്തെ വാക്യത്തിനകത്ത് അവിടെ കാണുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടില്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പം ആചാര ന്യായപ്രമാണത്തിനകത്തുള്ള പരിച്ഛേദനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ക്രിസ്തു തന്റെ ജഡത്താൽ ആ പരിച്ഛേദന മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നമുക്ക് ലഭിച്ചു. ഈ പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പുതിയ നിയമത്തിലെ സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഇനി നമ്മൾ സ്നാനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ശുദ്ധി വരുത്തുന്നത്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 13-ാമത്തെ വാക്യം, അതിക്രമങ്ങളിലൂടെയും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിച്ചു. നോക്ക്, ഇതിന്റെ ഒരു തുടർന്നുള്ള ഭാഗങ്ങളിലാണ് പറയുന്നത്. അതായത് ഈ പറയുന്നതായിട്ടുള്ള പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, സ്നാനത്തിലേക്ക് കടന്നതിന് ശേഷം ഈ പരിച്ഛേദന, അതായത് ഈ അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇത് ദൈവത്തിന്റെ 10 കൽപ്പനയെ കുറിച്ചല്ല പറയുന്നത്. ഇത് മോശ തന്റെ കൈകൊണ്ടെഴുതിയ കൈയെഴുത്ത് പ്രതിയായ നമുക്ക് വിരോധമായിട്ട് ന്യായപ്രമാണത്തിന്റെ അരികെ വെച്ചതായിട്ടുള്ള സെർമോണിയൽ ലോസ്. അതായത് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് നമ്മൾ യാഗം അർപ്പിക്കണം. ഭക്ഷണപാനീയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയും ചില സമയത്ത് യാഗമായിട്ട് അർപ്പിക്കേണ്ടി വരും. ചില സമയത്ത് ആടുകളും അതുപോലെ തന്നെ ഉള്ള മൃഗങ്ങളെ യാഗമായിട്ട് അർപ്പിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങളെ കുറിച്ചിട്ടാണ് സെർമോണിയൽ ലോസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കെതിരെ സാക്ഷ്യമായിട്ട് നിൽക്കുന്നത്. ഈ കാര്യത്തെ കുറിച്ചിട്ടാണ് ക്രൂശിൽ ഇത് നീങ്ങിപ്പോയി. കാരണം ഈ യാഗമെല്ലാം ക്രിസ്തുവിനെ പോയിന്റ് ചെയ്യുന്നതായിരുന്നു. ഈ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു നിഴൽ എന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്ന ഭാഗത്തിനകത്ത്, തൊട്ട് താഴെ പഠിക്കുന്ന ഭാഗത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്ക്, ഈ ഭാഗത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇത് ഒരിക്കലും ദൈവത്തിന്റെ 10 കൽപ്പനയെ കുറിച്ചില്ല, പിന്നെയോ ആചാര നിയമപ്രമാണത്തിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പരിച്ഛേദനയെ കുറിച്ച് പറയുകയും ഈ പരിച്ഛേദന ക്രിസ്തുവിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം സ്നാനത്തെക്കുറിച്ചും അവിടെ പറയുന്നതായിട്ട് കാണുന്നു. അപ്പം ഈ ചട്ടങ്ങൾ അല്ലെങ്കിൽ ഓർഡിനൻസുകൾ, നമുക്കറിയാം ഇന്നും കേരളത്തിൽ പല സമയത്തും ഓർഡിനൻസുകൾ ഇറക്കാറുണ്ട്. അപ്പൊ ഈ ഓർഡിനൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു കൽപ്പനയാണ്. അത് മതപരമായിട്ടാണെങ്കിലും സഭാപരമായിട്ടാണെങ്കിലും നമുക്ക് ഈ ചട്ടങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ചട്ടം എന്ന് പറയുന്നത് ഏത് ചട്ടത്തെ കുറിച്ചിട്ടാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഒരു വിശദീകരണം നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിനകത്ത് ഇപ്രകാരം കടന്നു: അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം, നമ്മുടെതിരെ സാക്ഷി പറയുന്നതായിട്ടുള്ള ഈ ചട്ടങ്ങളും കൽപ്പനകളുമായിട്ടുള്ള ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഒരിക്കലും ഈ പാപത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം ഒരു സാൻമാർഗികമായിട്ടുള്ള കൽപ്പനയെക്കുറിച്ച് നീങ്ങിപ്പോയി ക്രൂസിൽ തറച്ചു എന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല. കാരണം അതിന്റെ തെളിവാണ് പരിശോധനയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് 11-ാമത്തെ വാക്യത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമുക്ക് കുറെ കൂടെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഇത് വിജാതീയരായിട്ടുള്ള വിശ്വാസികളെയും യഹൂദന്മാരായിട്ടുള്ള വിശ്വാസികളെയും വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം യഹൂദന്മാർക്ക് ഈ ആചാര നിയമ പ്രമാണങ്ങൾ അതുപോലെ അനുസരിക്കണമെന്ന് അവര് പറയുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു അതൊക്കെ നിഴലാണ്, അത് ക്രൂശിൽ തറച്ചു നീക്കിക്കളഞ്ഞു എന്ന് പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ഇത് 10 കൽപ്പനയുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നത് 10 കൽപ്പനകളുടെ ലംഘനമാണ് പാപം, അല്ലെ? പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പനാ ലംഘനമാണെന്നാണ് പറയുന്നത്. അപ്പം കൽപ്പന ഇല്ലെങ്കിൽ പാപം എന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം 10 കൽപ്പനകൾ എങ്ങനെയാണ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്? അതൊരിക്കലും നമുക്ക് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇതിന്റെ ചിത്രം വളരെ വ്യക്തമാണ്. ക്രൂശിൽ തറച്ചത് മോശയ്ക്ക് നൽകപ്പെട്ടതായിട്ടുള്ള ആചാര ന്യായപ്രമാണങ്ങളാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്കിതിൽ നിന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കും. ബുധനാഴ്ചത്തെ പാഠം നിഴലോ അതോ സത്തയോ എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ നിഴലോ പൊരുളോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മൾ പ്രധാനമായിട്ടും ശബദ് നീങ്ങിപ്പോയി എന്ന് കാണിക്കുവാൻ എടുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചു പെരുന്നാള്, വാവ്, ശബദ് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അതായത് ഫെസ്റ്റിവൽസ്, ന്യൂമൂണ്, സാബത്ത്സ്, ഇതിൽ നിങ്ങൾ ആരെയും വിധിക്കരുത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഇവ വരുവാനുള്ളവയുടെ നിഴലത്രേ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഏത് ശബദമാണ് വരുവാനുള്ളതിന്റെ നിഴല് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ശബദിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. 2 തരത്തിലുള്ള ശബദുകളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ആഴ്ച ശബദിനെ കുറിച്ചും വീക്ക്ലി സാബത്തിനെ കുറിച്ചും വാർഷിക ശബദ് അല്ലെങ്കിൽ പെരുന്നാളിനോടനുബന്ധിച്ച ശബദിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ 2 ശബദുകളുണ്ട്. അപ്പൊ ഈ വാക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പെരുന്നാള്, വാവ്, ശബദ്. അപ്പൊ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ശബദാണ് എന്നുള്ളത് നമുക്ക് ഇതിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ലേവ്യ പുസ്തകം അതിന്റെ 23-ാമത്തെ അധ്യായത്തിനകത്ത് ആഴ്ച ശബദ്, അതിനകത്ത് 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം പൂർണ്ണ വിശ്രമത്തിന്റെ ശബദാകുന്നു, അന്ന് നീ ഒരു ജോലിയും ചെയ്യരുത്, അന്ന് നിനക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലർ പഠിപ്പിക്കുന്നുണ്ട് ശബദിന് പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അത് ഈ ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം അറിഞ്ഞൂടാത്തവരാണ്, അല്ലെങ്കിൽ 3-ാമത്തെ വാക്യം അറിഞ്ഞൂടാത്തവരാണ് പറയുന്നത്. കാരണം അവിടെ ശബദ് ദിവസം വിശുദ്ധ സഭായോഗം കൂടണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ദൈവത്തിന്റെ 7-ാം ദിന ശബദ് എന്ന് പറയുന്നത്. ഇതിന് യഹോവയുടെ ശബദ് എന്ന് ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇത് കൂടാതെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ശബദുകളും ഉണ്ടായിരുന്നു. അതായത് ഉദാഹരണത്തിനകത്ത് നമുക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അത് 7 ദിവസമുള്ള ഒരു പെരുന്നാളാണ്. അപ്പൊ അതിനകത്ത് 1-ാമത്തെ ദിവസവും 7-ാമത്തെ ദിവസവും നിങ്ങൾ ശബദായിട്ട് ആചരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യഫല പെരുന്നാൾ, ഈ ആദ്യഫല പെരുന്നാൾ, ഈ പെരുന്നാളുകളെല്ലാം ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കാണിക്കുന്നതാണ്. ഈ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണെന്ന് നമുക്കറിയാം. പാപമില്ലാത്ത വ്യക്തി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു പറയുന്നത്. പിന്നെ ആദ്യഫല പെരുന്നാൾ, ആദ്യഫലവും യേശു ക്രിസ്തു ആണെന്ന് നമുക്കറിയാം. അവിടെയും ലേവ്യ പുസ്തകം 23-21 പ്രകാരം അതും ഒരു വിശുദ്ധ ശബദായിട്ട് വാർഷിക ശബദിലും ഓരോ വർഷത്തിൽ നിങ്ങൾ ആചരിക്കണം എന്ന് പറയുന്നുണ്ട്.
പിന്നെ കാഹളനാദത്തിന്റെ പെരുന്നാൾ, ഇത് ലേവ്യ പുസ്തകം 23-ൽ 24-ഉം 25-ഉം വാക്യങ്ങൾ സമയത്ത് ആ ദിവസവും കാഹളനാദം ഊതുന്നതായിട്ടുള്ള ആ ദിവസവും നിങ്ങൾക്കൊരു വിശുദ്ധ ശബദമായിട്ട് ആചരിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ പാപപരിഹാര ദിവസം ഇന്നും ഇസ്രായേലിൽ വളരെ പ്രത്യേകതയോടുകൂടി ആചരിക്കുന്നതായിട്ടുള്ള ഒരു ഉത്സവമാണ് പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, യം കുപ്പീർ എന്ന് പറയുന്ന ഒരു ആചാരം. അവിടെയും നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താണ്, അതൊരു വിശുദ്ധ അത് അവസാനിക്കുന്ന ദിവസം ഒരു വിശുദ്ധ സഭായോഗമായിട്ട് ശബദമായിട്ട് ആചരിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ കൂടാര പെരുന്നാള് തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും 1-ാം ദിവസവും 8-ാം ദിവസവും നിങ്ങൾ ശബദം ആചരിക്കണം എന്ന് പറയുന്നത്. അപ്പം പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ശബദമുണ്ട് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പം ഈ ശബദ്, ഈ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ശബദ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കാണിക്കുന്നതാണ്, യേശുക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ അപ്പോസ്തലനായ പൗലോസ് 2-ാമത്തെ അധ്യായം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിനകത്ത് 16-ഉം 17-ഉം വാക്യത്തിൽ വരുവാനുള്ളതിന്റെ നിഴലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പെരുന്നാള്, വാവ്, ശബദുകൾ എന്ന് പറയുന്നത് പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഈ 7 ശബദുകളാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് ഇത് രണ്ടും വേർതിരിച്ച് ലേവ്യ പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം അതിന്റെ 23-ൽ 38 വായിക്കുന്ന സമയത്ത് യഹോവയുടെ ശബദുകൾ കൂടാതെ എന്നവിടെ പറയുന്നുണ്ട്. അപ്പം ഈ പെരുന്നാളിനോടനുബന്ധിച്ച ശബദുകളൊക്കെയും പാപത്തിന്റെ പരിഹാരമായിട്ട് വരുന്ന പെരുന്നാളിനോട് അനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ശബദിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ പോയിന്റ് ചെയ്യുന്ന ഒരു നിഴലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ 2 തരം ശബദുകളുണ്ട്. ഇത് കൂടാതെയും 2 ശബദുകളൂടെ ഉണ്ട്. അതായത് 7-ാമത്തെ വർഷം ഒരു ശബദമായിട്ട് ലാൻഡിന് അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു ശബദമായിരിക്കണം, അന്ന് വേറെ കൃഷിയൊന്നും ആ നിലത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ 50 വർഷം കഴിയുന്ന സമയത്ത് ജൂബിലി സാബത്ത്, അതും ആചരിക്കണം. അന്നേരമാണ് ഈ പറയുന്ന അടിമകളൊക്കെയും വിട്ടയക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ചിത്രം വളരെ വ്യക്തമാണ്. അപ്പോസ്തലനായ പൗലോസ് പരിച്ഛേദനയെ കുറിച്ച് പറയുന്നുണ്ട്, ആചാര കർമ്മ അല്ലെങ്കിൽ ആചാര നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ യഹൂദ സഭയിൽ അന്നത്തെ ക്രിസ്തീയ സഭയിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ ഈ വാവ്, പെരുന്നാളിനോടനുബന്ധിച്ച ശബദുകളും തമ്മിൽ വലിയൊരു തർക്കം നിലനിന്നിരുന്നു. അപ്പം ഈ 2-ാമത്തെ അധ്യായത്തിനെ കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇത് വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു തർക്കത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 2-ാമത്തെ ലേഖനം എഴുതുന്നത്. അതും പ്രധാനമായിട്ട് പരിച്ഛേദന, പെരുന്നാള്, വാവ്, ശബദ്, ഇത് കൂടാതെ ദൂതന്മാരെ ആരാധിക്കുന്നത്. ഒരു കൂട്ടം ദൂതന്മാർക്ക് ദൈവതുല്യമായ സ്ഥാനം കൊടുത്ത് ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എതിർത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാര് വിഭാഗീയമായിട്ടുള്ള വിജാതീയമായിട്ടുള്ള ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചതായിട്ടുള്ള ഇപ്രകാരമുള്ള എന്താ പറയാ മാനുഷികമായിട്ടുള്ള ചട്ടങ്ങളെയും പ്രമാണങ്ങളെയുമാണ്. കാരണം ഇതൊക്കെയും മാറിപ്പോയ ഒരു കാര്യം പിന്നെയും വേണമെന്ന് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മാനുഷികമായിട്ടുള്ള പഠിപ്പീരലാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഇവിടെ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ വാവ്, പെരുന്നാള്, ശബദുകള്, പിന്നെ മത നേതാക്കളുടെ താഴ്മയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിനകത്ത് എന്താണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, നിങ്ങൾ വെറുതെ ജൽപ്പനങ്ങൾ ചെയ്യരുത് എന്ന് കാണുവാനായിട്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടി മുഖമായിട്ട് ഇരിക്കരുത് എന്ന് വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പരീശന്മാരുടെ കപടമായിട്ടുള്ള ആചാരങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇതിന്റെ കണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് എഴുതിയ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ ആരെങ്കിലും വന്നിട്ട് ഈ വാക്യങ്ങൾ എടുത്തിട്ട് ഇത് ശബദ് മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ലേവ്യ പുസ്തകം 23-ലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവുകയും അവിടെ 2 തരം ശബദുകളുണ്ടെന്നും പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ശബദിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദനയൊക്കെയും വരുന്നത് ഈ ആചാര നിയമപ്രകാരമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് വരുന്നതായിട്ടുള്ള പെരുന്നാളും
അതുപോലെ ശബദിനെയും കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പറഞ്ഞാൽ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇപ്രകാരമാണ്: അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം വിവരിച്ചത് എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ഇതിനു മുമ്പ് അദ്ദേഹം വിവരിച്ചത് ഈ പറഞ്ഞതുപോലെ തന്നെ ക്രൂശിൽ തറച്ചതായിട്ടുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളെയും കുറിച്ചാണ്, മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ചിട്ടാണ്, പരിച്ഛേദനയെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബദ് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ ആരും വിധിക്കരുത്. അപ്പം ഈ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ഈ പറഞ്ഞതുപോലെ ആഴ്ചയിലുള്ള ശബദിനെ കുറിച്ചിട്ടല്ല, വാർഷിക പെരുന്നാൾ ശബദിനെ കുറിച്ചിട്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെ പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബദ് എന്നീ കാര്യങ്ങളെക്കുറിച്ചോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇതേ ഒരു പാറ്റേണിൽ നമ്മൾ ഹോശിയാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത്, ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബദുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ഇതും യഥാർത്ഥത്തില് ആചാര നിയമപ്രകാരമുള്ള പെരുന്നാളിനെ കുറിച്ചും ശബദിനെ കുറിച്ചും ഉത്സവങ്ങളെ കുറിച്ചുമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഏകദേശം ഒരുപോലെയുള്ള ഒരു വാക്യപ്രയോഗമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കാം, ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് അദ്ദേഹം ഉപയോഗിച്ചത് 7-ാം ദിന ശബദം മാറിപ്പോയി എന്ന് കാണിക്കുവാനല്ല, പെരുന്നാളും ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ആചാരങ്ങളും നിയമങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, മാറിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഹാരവും പാനീയവും എന്ന് പറയുന്നത് ഭക്ഷണപാനീയ വഴിപാടുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ പെരുന്നാളുകളും ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ചിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് 3 ശുശ്രൂഷകൾ ഓൾറെഡി കഴിഞ്ഞുപോയി. പെസഹ കഴിഞ്ഞു, അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആദ്യ ഫല പെരുന്നാൾ, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. പെന്തക്കോസ്തും അതുപോലെ തന്നെ നമുക്കറിയാം അത് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഇനിയുള്ള 3 ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്, അതുപോലെ തന്നെ പ്രായശ്ചിത്ത ദിനം, കൂടാര പെരുന്നാൾ, ഇത് കർത്താവായ യേശുക്രിസ്തു 2ാമത് വരുന്ന സമയത്ത് വരുന്നതായിട്ടുള്ള പെരുന്നാളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്ക്, നിഴലായിട്ടുള്ള ഒരു ശബദിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം 10 കൽപ്പനയിൽ പറഞ്ഞതായിട്ടുള്ള ആഴ്ചയിക ശബദം എന്ന് പറയുന്നത് പാപം വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതായിട്ടുള്ള ശബദാണ്. അതൊരിക്കലും നിഴലായിരുന്നില്ല. അത് വെളിപാടിന്റെ പുസ്തകപ്രകാരം ഇനിയും ഏദൻ തോട്ടത്തിൽ ഇനിയും നമ്മളത് ആചരിക്കും, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വന്നതിന് ശേഷം ഏദൻ തോട്ടത്തിലല്ല, നമ്മുടെ പുതിയ യെരുശലേമിൽ വീണ്ടും നമ്മൾ ഈ ശബദ് ആചരിക്കും എന്ന് നമ്മൾ വേദപുസ്തക പ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശബദിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് ചുരുക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആരെയും വിധിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമ്മുടെ സഭകളിലും ചില കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചില ആൾക്കാരെ വിധിക്കാറുണ്ട്. അത് നമ്മൾ എപ്രകാരം ചെയ്യരുത് എന്നുള്ളതും കൂടെ നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കുവാനുള്ളതാണ്. വ്യാഴാഴ്ചത്തെ പാഠം മനുഷ്യരുടെ കൽപ്പനകൾ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ അവസാനിപ്പിക്കുന്നത് നമ്മൾ എപ്രകാരം മാനുഷിക കൽപ്പനകൾ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ക്രിസ്തുവിൽ മരിക്കുന്ന സമയത്ത് ഈ മാനുഷിക കൽപ്പനകൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചു എങ്കിൽ. നോക്കാം, അപ്പൊ എന്താണ് ലോകത്തിന്റെ ആദ്യ പാഠം? ലോകത്തിന്റെ ആദ്യ പാഠം എന്താണെന്ന് തൊട്ട് അതിനുശേഷം എഴുതിയിട്ടുണ്ട്. അത് മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അതിനോടനുബന്ധിച്ച് അനുസരിക്കുന്നതിനെയാണ് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, യഹൂദന്മാരുടെ ഈ ആചാര നിയമ പ്രമാണങ്ങളും അതായത് പെരുന്നാളുകൾ, വാവുകൾ, ശബദുകൾ, പരിച്ഛേദന, ഇതിനെയൊക്കെയും അപ്പോസ്തലനായ പൗലോസ് ഇതൊക്കെയും കഴിഞ്ഞു പോയ കാര്യമാണ്. കാരണം ഇതൊക്കെയും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടുള്ള നിഴലായിട്ടുള്ള കാര്യമാണ്. അത് ഓൾറെഡി കർത്താവായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞതുകൊണ്ട് അതൊക്കെയും മാറിപ്പോയിട്ടും ഇപ്പോഴും അത് തന്നെ പഠിപ്പിക്കുന്നതിനെയാണ് ആദ്യ പാഠങ്ങളിൽ അവർ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്. മാനുഷികമായിട്ടുള്ള കൽപ്പനകളും ഉപദേശങ്ങളുമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം അവരോട് പറയുന്ന കാര്യം,
ഇങ്ങനെ വേദപുസ്തകത്തിൽ നിന്നല്ലാതെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനോട് ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഉപദേശങ്ങളെ അദ്ദേഹം മാനുഷികമായിട്ടുള്ള കൽപ്പനകളായിട്ട് കണ്ടിട്ട് അദ്ദേഹം അതിനെ വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചവരാണെങ്കിൽ ഇങ്ങനെയുള്ള ലോകത്തിന്റെ ആദ്യ പാഠങ്ങളും, അതായത് മാനുഷിക കൽപ്പനകളും അതും എന്ത് ചെയ്യണം? മരിക്കണം. പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? കീഴ്പ്പെടരുത്. കാരണം ഇതൊക്കെയും ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ എന്ന് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണും. നോക്കാം, ഈ ആദ്യ പാഠങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ കുറിച്ച് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:8 നമ്മൾ കണ്ടു. തത്വചിന്തയും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായങ്ങൾ, ട്രഡീഷന് പ്രാധാന്യം കൊടുക്കുന്ന സഭകളുണ്ട്, അതായത് പാരമ്പര്യം. അപ്പം പറയുന്നത് മാനുഷിക പഠിപ്പിക്കലുകളും പാരമ്പര്യവും എത്രമാത്രം അപകടമാണ്. കാരണം വേദപുസ്തകം മാത്രമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിനെ ആണ് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് കൊലോസ്യർ 2:8 പറയുന്നത്. ഗലാത്യർ 4:9 പറയുന്നത്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളും അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ക്രിസ്തു ഓൾറെഡി നമുക്ക് വേണ്ടി വന്നു മരിച്ചു കഴിഞ്ഞു. അപ്പം ഈ നിഴലായുള്ളതൊക്കെയും അത് വ്യർത്ഥമായി തീർന്നത് കൊണ്ട് പിന്നെയും എങ്ങനെയാണ് നിങ്ങൾ അത് ആരാധിക്കുവാനായിട്ട് സഭാജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊലോസ്യ സഭയിൽ ഉണ്ടായിട്ടുള്ള യഹൂദരും അതുപോലെ തന്നെ വിജാതീയരുമായിട്ടുള്ള സഭാവിശ്വാസികൾ തമ്മിലുള്ള ഒരു വലിയ ഒരു പോരാട്ടം, അത് ഈ പെരുന്നാള് വാവിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു പോരാട്ടത്തിൽ യഹൂദ ആചാരങ്ങളെ മറ്റുള്ള സഭാവിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണും. അപ്പം ഇതിന് മറുപടിയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇതൊക്കെയും ഭൗമിക കൂടാരത്തിനകത്ത് ഉള്ള കാര്യങ്ങളാണ്, ഇതൊക്കെയും ഭൂമിയിലുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം ക്രിസ്തു നാം ഇപ്പോൾ ആസ്വദിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ മുൻ നിഴലായിരുന്നതൊക്കെയും മാറിപ്പോയതാണ്. പിന്നെയും നമ്മൾ അതിലേക്ക് മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ചിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സമാഗമന കൂടാരത്തിലെ തിരശ്ശീല രണ്ടായിട്ട് കീർന്നു. അതായത് സ്വർഗത്തിൽ നിന്നുള്ള അടയാളമായിരുന്നു. ഇതോടുകൂടെ ഈ ആചാരങ്ങളും അല്ലെങ്കിൽ മോശയുടെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പ്രമാണിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ ആചാരങ്ങളും യാഗങ്ങളും ഒക്കെയും അതോടെ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ തിരശ്ശീല കീറുന്നതായിട്ടുള്ള കാര്യം. ഇത് നമ്മൾ കാണുന്ന മത്തായിയുടെ സുവിശേഷം 27:51. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയെന്ന് പറയുന്നു. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോട് നിയമം കഠിനമാക്കും, ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലായി കളയും. ഇത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ഹനനയാകവും ഭോജനയാകവും നിർത്തുന്നതിനെ കുറിച്ചിട്ടാണ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ വേദപുസ്തക പ്രകാരം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടുള്ള നിഴലായിട്ടുള്ള ആചാരങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മാറിപ്പോയി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ ഇപ്പോഴും മാനുഷികമായിട്ടുള്ള സമ്പ്രദായങ്ങളിലും കൽപ്പനകളിലും അത് ഇപ്പോഴും ആചരിക്കണം എന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാര് ചിലര് വാശി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഇങ്ങനെ നമ്മൾ പഴയതിലേക്ക് തന്നെ പോയി കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയതിന്റെ പുതുക്കിപ്പണിയിലല്ല, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും ഭൂമിക്കുമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തതായിട്ട് കാണുന്നത്. ഇതിനെല്ലാം പുറമെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ മോശയ്ക്ക് കൊടുത്തതായിട്ടുള്ള കൽപ്പനകൾ മാത്രമല്ല, അതിന്റെ പുറത്ത് ധാരാളം കൽപ്പനകൾ അവര് മാനുഷികമായിട്ടും കൂടെ ചേർക്കുന്നതായിട്ട് നമ്മൾ കാണും. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ആഹാരം കഴിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു തർക്കം ഉണ്ടാവുന്നതായിട്ട് കാണും. ഇതൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ പരീശന്മാര് ഒരു മാനുഷിക സമ്പ്രദായമായിട്ട് ഇത് അവരുടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തോ പ്രത്യേക പദവി ലഭിക്കുമെന്നും ഉള്ള രീതിയിൽ പഠിപ്പിച്ചിരുന്നു. അപ്പം ശിഷ്യന്മാർ ഇങ്ങനെ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്ന സമയത്ത്
പരീക്ഷന്മാർ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പരാതി പറയുന്നുണ്ട്. എന്താണ് നിന്റെ ശിഷ്യന്മാര് പൂർവികരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഇപ്രകാരമുള്ള മാനുഷികമായിട്ടുള്ള കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെയും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന്, യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് അവരെ മാറ്റുകയും ഇതൊരു ഘനമുള്ള നിയമമായിട്ട് വരുവാനായിട്ട്, ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് ആകർഷിച്ചിരുന്ന പലരെയും ക്രിസ്തീയ സഭയിൽ നിന്ന് അകറ്റുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ കെണിയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇത് ചിലപ്പോൾ നമ്മുടെ സഭകളിലും നമ്മൾ കാണാറുണ്ട്. അതായത് ക്രിസ്തുവിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ, നമ്മുടേതായിട്ടുള്ള പഠിപ്പീരുകളൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ സഭ വിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തീയ ചരിത്രത്തിലുടനീളം തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് ബൈബിളിന്റെ വിദഗ്ധര് മതപരമായ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള പ്രലോഭനത്തിന് വഴങ്ങിയിട്ട് ഒരു ബൈബിൾ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് സാധാരണ വിശ്വാസിയെ മാറ്റുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ വാക്ചാതുര്യം കൊണ്ടും അവരുടെ സാമർഥ്യം കൊണ്ടും അവർ പറഞ്ഞ് യഥാർത്ഥത്തിലുള്ള അതിന്റെ അർത്ഥം കാണുന്നതിൽ നിന്ന് മാറ്റിക്കളയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെതിരെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ മാനുഷികമായ പഠിപ്പിക്കലുകൾ, മാനുഷികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്ന് അവിടെ അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ ഈ കാലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വെള്ളിയാഴ്ച പാഠം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ കാലത്തിനകത്ത് ഇപ്രകാരമുള്ള പരിച്ഛേദനയും വാവും പെരുന്നാളും ഒന്നും അല്ല പ്രശ്നം സഭയില്. ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന വിമർശനം, അല്ലെങ്കിൽ ഹയർ ക്രിറ്റിസിസം. അതായത് വേദപുസ്തകം പഠിക്കുന്നത് തന്നെ തർക്കിക്കാനും വാദിക്കാനും വേണ്ടിയിട്ടാണ്. വേദപുസ്തകം ആ ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് ഉള്ള ഹയർ ക്രിറ്റിസിസം, ഇങ്ങനെയുള്ള ഉയർന്ന വിമർശനവും അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തം, പിന്നെ ആത്മവാദം സ്പിരിച്വലിസം, മരിച്ചവരോട് സംവദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വേദപുസ്തകത്തിനകത്തുള്ള വിശ്വാസം പലർക്കും നഷ്ടപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം മാനുഷിക പഠിപ്പീരിൽ വരുന്ന സമയത്ത് വേദപുസ്തകത്തിനുള്ള പ്രാധാന്യം പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇല്ലാതായിട്ട് വരുന്നു. കാരണം പലപ്പോഴും ഇങ്ങനെ വിമർശിക്കുന്നതിന്റെ ഫലമായിട്ട് തിരുവെഴുത്തുകളെ കീറി മുറിച്ച് പരിശോധിച്ച് ബൈബിളിന്റെ വെളിപാടിന് പകരം, വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ വെളിപാട് കണ്ടെത്തുന്നതിന് പകരം മാനുഷികമായിട്ട് അതിനെ ചിന്തിക്കുകയും അതിനെ മറ്റുള്ളവർക്ക് അതിനെ ചിന്തിക്കുവാനും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് പലപ്പോഴും ഈ ഉയർന്ന ക്രിറ്റിസിസം, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് വിമർശനം, പലപ്പോഴും വേദപുസ്തകത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പാഠം അവസാനിപ്പിക്കുന്നത് പ്രകാരമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നമ്മളെ അനന്തമായ വാദത്തിലേക്കല്ല, മറിച്ച് സ്ഥിരതയുള്ള നിലപാടുകളിലേക്കാണ് വിളിക്കുന്നത്. തിരുവെഴുത്തുകളെ വളച്ചൊടിക്കുന്നതായിട്ടുള്ള വശീകരണ വാക്കുകൾ നമ്മൾ നിരസിക്കണം. ആത്മപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലിസം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിക്കരുത്. അത് മാത്രമല്ല, വേദപുസ്തകത്തിനെതിരായിട്ടുള്ള പഠനങ്ങളൊക്കെയും നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം ഒരു വിശ്വാസിയോട് സംബന്ധിക്കുകയും അത് ജീവനുള്ള കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ്. എപ്രകാരം ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണരാകുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ, പഠനങ്ങളൊക്കെയും മാറ്റിവെച്ച് ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ മാത്രം സ്നേഹത്തിൽ ഏകീഭവിച്ചുകൊണ്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണരായിട്ട് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ ദൈവമേ കർത്താവെ, അടിയങ്ങൾക്ക് തന്നതായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പാഠപഠനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, അടിയങ്ങൾക്ക് സംശയമുള്ളതായിട്ടുള്ള പല ഭാഗങ്ങളും അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ക്രൂശിൽ തറച്ചത് എന്താണെന്നും അതുപോലെ തന്നെ പെരുന്നാൾ, വാവ്, ശബദുകൾ ഇവ ഒരു നിഴലായിരുന്നു എന്നുള്ളതിൻ്റെയും അർത്ഥം അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാനും, ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്നുള്ളതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ വേരൂന്നുക, ക്രിസ്തുവിൻ്റെ വചനം പഠിക്കുക, ക്രിസ്തുവിൻ്റെ വചനത്തിൽ
വചനം അടിയങ്ങളുടെ ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്ത് അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി സ്വയം മരിച്ചുകൊണ്ട് കർത്താവെ നിന്റെ പാതയിൽ നടക്കുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കുമാറാണ്. സർവ്വവും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.